ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും mytalks പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ എന്തായിരിക്കുമെന്ന്. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ 8 മന്ത് തീരാറായി. എപ്പോൾ വേണമെങ്കിലും ഡെലിവറി നടക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് പാക്ക് ചെയ്തതെന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അതും വലിയ പ്രൈസ് റേഞ്ച് ഒന്നും ഇല്ലാതെ ചിലവ് ചുരുക്കി എങ്ങനെ ഒരു പാക്കിംഗ്, അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അത്യാവശ്യം പ്രോഡക്റ്റ്സിൻ്റെയൊക്കെ പ്രൈസും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൂടെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ചാനലിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാനൊരു തോർത്താണ് ഇവിടെ എടുത്ത് വെക്കുന്നത്. എന്താണ് തോർത്ത് അടിയിൽ വെക്കുന്നതെന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. ആക്ച്വലി ഞാൻ 2 തോർത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഞാൻ പെട്ടെന്ന് എടുക്കുന്നതിനായിട്ട് മുകളിൽ തന്നെ വെക്കുന്നുണ്ട്, ഒരെണ്ണം ഏറ്റവും താഴെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്, കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് പോലീസ് ക്യാൻറ്റീനിൽ നിന്നാണ്. അപ്പോൾ തോർത്തിനൊക്കെ അവിടെ നല്ല വിലക്കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നല്ല ലെങ്തി ഉണ്ട്, പിന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എടുത്ത് വയ്ക്കാൻ പോകുന്നത് ഷോളാണ്. ഒരു 3 ഷോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് വളരെ ആവശ്യമുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഒരു 3 ഷോൾ ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്ത് വച്ചിരിക്കുന്നത് ഡ്രൈ ഷീറ്റാണ്. സ്കിൻകോ എന്ന് പറയുന്ന, ഇതും ക്യാൻറ്റീനിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഇതിനകത്ത് പ്രൈസ് ഇപ്പം 190 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ബില്ലിംഗ് ടൈമിൽ ഇതിൽ നിന്നും എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ ഡിസ്കൗണ്ട് പോലെയാണ്. നമ്മൾ പ്രോഡക്റ്റ് ബില്ലടിക്കുന്ന സമയത്ത് ഇതിൽ കാണിക്കുന്ന പ്രൈസ് ആയിരിക്കത്തില്ല, ഇതിൽ നിന്നും കുറച്ച് എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. അടുത്തതായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ബേബി ടവലാണ്. കുളിപ്പിച്ചിട്ടൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ തോർത്തില്ലേ, ആ ടവലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ നമുക്ക് കുളിപ്പിക്കാൻ പറ്റത്തില്ല. എന്നാൽ കൂടി ഞാനതെടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്ന് നമുക്ക് തുടച്ചെടുക്കുകയോ ഒക്കെ ആവശ്യം വന്നാൽ ബേബി ടവൽ ആവശ്യമാണ്. ഇതും സ്കിൻകോ എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെയാണ്. ഇതിലും പ്രൈസ് റേഞ്ചിൽ ഡിസ്കൗണ്ട് വരുന്നതാണ്. ബില്ലിംഗ് സമയത്ത് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മുടെ പാൻറ്റീസും ഇന്നറും ഒക്കെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ ഒരു കവറിലാക്കി വെക്കുകയാണെങ്കിൽ സ്പേസ്, നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്പേസ് കിട്ടാൻ ഹെൽപ്ഫുള്ളായിരിക്കും. ഇത് ഞാൻ നേരത്തെ വാങ്ങി വെച്ചതാണ്. അപ്പോൾ ഇനി ഞാൻ 3 പീസ് നൈറ്റീസ് എടുത്തിട്ടുണ്ട്. ഓപ്പൺ നൈറ്റീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ ഫുള്ള് ബട്ടൺ വരുന്ന ടൈപ്പിലുള്ള നൈറ്റീസാണ് ഞാൻ വാങ്ങിച്ചത്. അത് ക്യാൻറ്റീനിലല്ല, ഇത് നേരത്തെ വാങ്ങി വെച്ചിരുന്നതാണ്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ നമുക്കില്ല, ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും സ്റ്റിച്ചിങ്ങിലൊക്കെ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ നൈറ്റീസ്, ബട്ടൺസുള്ള ഓപ്പൺ നൈറ്റീസ് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഹെൽപ്ഫുൾ. അപ്പം ഡ്രസ്സ് ചെയ്യാനൊക്കെ നേഴ്സുമാർ വരുന്ന സമയത്ത് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം ഞാൻ അധികം നൈറ്റീസ് യൂസ് ചെയ്യാത്തൊരാളാണ്. അതുകൊണ്ടാണ് 3 എണ്ണം വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് നമ്മൾക്ക് റിക്കവർ ആയി കഴിഞ്ഞ് കുറേയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ നൈറ്റി യൂസ് ചെയ്യുന്നത് നിർത്തും. അപ്പോൾ ആ ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് 3 നൈറ്റി മാത്രമേ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ അതും കൂടി ഇതിനകത്ത് വെക്കുകയാണ്. ഇത് ഏറ്റവും മുകളിൽ നിന്ന് നോക്കുമ്പോൾ എടുക്കാൻ എളുപ്പത്തിലുള്ള രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ലേബർ റൂമിൽ ചോദിക്കുന്ന സമയത്ത് എടുത്തു കൊടുക്കാൻ കൂടെ നിൽക്കുന്ന ആൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനത് മുകളിലോട്ടാണ് വെക്കുന്നത്, പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്ത് വെക്കുന്നത് റിസീവിങ് ടവലാണ്, ബേബി റിസീവിങ് ടവലാണ്. അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതും സ്കിൻകോയുടെ തന്നെയാണ്. അപ്പോൾ ഇതും ക്യാൻറ്റീനിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ പ്രൈസ് റേഞ്ചിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണിയാണ്. എല്ലാ തുണികളും തന്നെ ഞാൻ വാങ്ങിച്ചിട്ട് ഡെറ്റോളിൽ നല്ലപോലെ കഴുകിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഹുഡ് ടൈപ്പ് ടർക്കി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും അത്യാവശ്യം നല്ല മെറ്റീരിയലാണ്. റിസീവിങ് ടവലിൻ്റെ കൂട്ടല്ല, അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ടർക്കിയാണ്. അപ്പോൾ ഇതും എല്ലാം കൂടി ഞാൻ ഒരു കവറിലാക്കിയിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പേസ് നമുക്ക് പെട്ടെന്ന് ലാഭിക്കാൻ നല്ലതാണ്. അതുമാത്രമല്ല എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിരിക്കും. ഒരുമിച്ച് വെച്ചിട്ട് അത് പ്രോബ്ലം ആവാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ഞു പോകാതെ അങ്ങനെ തന്നെ കവറിലിരുന്നോളും, പൊടിയടിക്കത്തുമില്ല.
അപ്പോൾ അതിൻ്റെ കൂടെ അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മിറ്റൻസും ബൂട്ടീസും ഒക്കെയാണ്. ഒരു 4 സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യം 2 സെറ്റ് വാങ്ങിച്ചായിരുന്നു ക്യാൻറ്റീനിൽ നിന്ന്. പിന്നീട് ഞാനല്ലാതെ നൈറ്റീസൊക്കെ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് അവിടെ നല്ല സെലക്ഷൻ കണ്ടു, പ്രൈസ് കുറവായിരുന്നു. അപ്പം ഞാനൊരു 2 എണ്ണം കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പം അതും കൂടി ഈ കവറിൽ തന്നെ വെക്കുകയാണ്. ഇതിപ്പം ഞാൻ അതിൻ്റെ അകത്ത് വരുന്ന ബൂട്ടീസും മിറ്റൻസും ക്യാപ്പിനകത്തോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ പെട്ടെന്ന് എടുക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായി പോവുകയോ ഒന്നും ചെയ്യത്തില്ല. അതും ഞാനപ്പോൾ ഈ കവറിനകത്ത് തന്നെ വെച്ചിട്ട് അത് സ്റ്റിക്ക് ചെയ്യുകയാണ്. അതായത് റിസീവിങ് ടവലും ടർക്കിയും മിറ്റൻസും ബൂട്ടീസും എല്ലാം ഈ കവറിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ശരിക്കും ഇത് നല്ലൊരു ട്രിക്കാണ് കേട്ടോ. ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കവറിലാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് സ്പേസ് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കിട്ടും. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജബലാസാണ്. അത് 7 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അതിലൊരു 2 എണ്ണം വൈറ്റിൻ്റെയാണ്. പിന്നീട് ഒരു 5 കളർ പ്രിൻ്റഡ് ആയിട്ടുള്ള ജബലാസും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതും ഈ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു കവറിലാക്കിയിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതും കഴുകി നല്ലപോലെ ഡെറ്റോളിൽ കഴുകി തേച്ചെടുത്തതാണ്. നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പാക്ക് ചെയ്യാൻ നിൽക്കാവുള്ളൂ. അപ്പോൾ അതും 5 എണ്ണവും ഇതുപോലെ 7 എണ്ണവും ഇതുപോലെ കവറിലാക്കി പാക്ക് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതും മുകളിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് വയ്ക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പീസ് തോർത്തും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഏറ്റവും മുകളിലായിട്ട് വെക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ തോർത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്. എന്താണെന്ന് വെച്ചാൽ നല്ല കട്ടിയാണ്, നല്ല ലെങ്തിയാണ്. വളരെ വളരെ നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ പ്രൈസും വളരെ കുറവായിരുന്നു. ക്യാൻറ്റീനിൽ നിന്നാണ് വാങ്ങിച്ചത്. അടുത്തായിട്ട് ഞാൻ എടുത്തു വയ്ക്കാൻ പോകുന്നത് ബെഡ്ഷീറ്റാണ്. ഇത് സിംഗിൾ ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ ബെഡിൽ വിരിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പുതയ്ക്കാനൊക്കെ ആയിട്ട് എടുക്കാം. ഇതിപ്പോൾ ഞാൻ വിരിക്കാനായിട്ടായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക. കാരണം ഹോസ്പിറ്റൽ ബെഡിലൊക്കെ നമുക്കങ്ങനെ ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് കിടക്കുമ്പോൾ കുറച്ചൊരു കംഫർട്ടബിളായിട്ട് നമുക്ക് തോന്നും. ഇതും ക്യാൻറ്റീനിൽ നിന്ന് തന്നെ ആയിരുന്നു. ഇതിനും വളരെ പ്രൈസ് കുറവാണ്. അതുപോലെ തന്നെ ഇതും നല്ല ക്വാളിറ്റി ഉണ്ട്. കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ്. കഴുകിയിട്ട് പോലും അതിൻ്റെ കട്ടി കുറഞ്ഞില്ല, അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്ത് വയ്ക്കാൻ പോകുന്നത് ഒരു വെള്ളമുണ്ടാണ്. ഇത് എന്നോട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. വെള്ളമുണ്ട് ഫുള്ള് അങ്ങനെ തന്നെ വേണമെന്നുള്ളത്. പീസാക്കി മുറിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് തന്നെ വെള്ളമുണ്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു വെള്ളമുണ്ട് ഞാൻ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഈ പെട്ടിയിൽ ഞാൻ ഇത്രയും സാധനങ്ങൾ മാത്രമേ എടുത്ത് വയ്ക്കുന്നുള്ളൂ. ഇനി ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ്. അത് വേറൊരു സ്കൂൾ ബാഗ് പോലൊരു ബാഗുണ്ട്, അതിൽ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അടുത്ത ബാഗിലായിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ടിഷ്യൂ പേപ്പറുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇപ്പം ഓരോ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഇത് കുറേ ഉണ്ട് കേട്ടോ. ഈ പാക്കിൽ കുറേ ഉണ്ട്. ഇത് ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് എടുത്തതാണ്. വളരെ പ്രൈസ് കുറവാണ്. അപ്പോൾ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ബേബി ബെഡാണ്. ഇത് ശരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പാണ്. അപ്പം ബെഡ് വേറെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിപ്പം കുളിപ്പിക്കാൻ വീട്ടിലൊക്കെ കൊണ്ടുവന്നതിന് ശേഷം കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നില്ല. ഞാൻ എന്തായാലും ഇത് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ മാത്രമേ ഇത് കൊണ്ടുപോകത്തുള്ളൂ. ഹോസ്പിറ്റലിലേക്ക് ഞാനിത് എടുക്കുന്നില്ല. അടുത്തായിട്ട് ഞാൻ വാങ്ങിച്ചത് ഡെറ്റോളാണ്. ഡെറ്റോൾ 2 ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ ഡ്രസ്സ് കഴുകാനൊക്കെ ആയിട്ട് എടുത്തു. ഇത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എടുക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാം. പിന്നെ ഹോസ്പിറ്റലിലെ കാർഡും ആധാർ കാർഡും ID കാർഡും ഒക്കെ വെച്ചിട്ടുള്ളൊരു പേഴ്സാണ്. അപ്പോൾ അത് ഞാനെടുത്ത് ഹോസ്പിറ്റൽ ബാഗിൽ വയ്ക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ID പ്രൂഫൊക്കെ ചോദിക്കുമ്പം കൊടുക്കാൻ പറ്റും. പിന്നീട് ഞാനൊരു തൂക്കുപാത്രമാണ് വാങ്ങിച്ചത്. നമുക്ക് കഞ്ഞിയൊക്കെ എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ക്യാൻറ്റീനിൽ നിന്ന് കഞ്ഞി എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തൂക്കുപാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ഡെലിവറി കഴിയുന്ന സമയത്ത് ചിലപ്പം ലൈറ്റായിട്ടുള്ള ഫുഡായിരിക്കും കഴിക്കാൻ പറ്റുക. എന്താ ഹോസ്പിറ്റലിൽ പറയാമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് എനിക്കും അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ചായയോ കഞ്ഞിയോ എന്തെങ്കിലും വാങ്ങിക്കാൻ ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിച്ചൊരു തൂക്കുപാത്രം വാങ്ങിച്ചു. പിന്നീട് ഞാനൊരു കപ്പാണ് വാങ്ങിച്ചത്. ചിലപ്പോൾ നമുക്ക് യൂസ്ഫുള്ളായിരിക്കും. ബക്കറ്റൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴേ ബക്കറ്റൊന്നും വാങ്ങിക്കുന്നില്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത കടകൾ എവിടെയെങ്കിലും കാണാതിരിക്കില്ല. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു കപ്പ് ക്യാൻറ്റീനിൽ കണ്ടു. വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. അത് 10-15 രൂപ എങ്ങാണ്ടേ ഉള്ളായിരുന്നു. അപ്പോൾ അതും വാങ്ങി. പിന്നീട് ഞാൻ വാങ്ങിച്ചതൊരു ഫ്ലാസ്ക്കാണ്. ഫ്ലാസ്ക് ഇവിടെ വീട്ടിലിരിപ്പില്ലായിരുന്നു. അപ്പോൾ ക്യാൻറ്റീനിൽ വിലക്കുറവല്ലേ, അപ്പം ഫ്ലാസ്ക് ഒരെണ്ണം വാങ്ങിച്ചു. ചൂടുവെള്ളമോ അല്ലെങ്കിൽ നമുക്ക് കട്ടൻ എന്തെങ്കിലും ഡെലിവറി സമയത്തോ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടോ കട്ടൻ എന്തെങ്കിലും അല്ലെങ്കിൽ ചായ എന്തെങ്കിലും ചൂടോടെ കുടിക്കണമെന്നുണ്ടെങ്കിൽ
ഫ്ലാസ്ക് കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം എൻ്റെ വീട്ടിൽ ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ എല്ലാവരും പുതിയ ഫ്ലാസ്ക് വാങ്ങിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ, ഉള്ളവർ അത് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അതുകൊണ്ട് ഒരു ഫ്ലാസ്ക് കൂടി ഞാൻ വാങ്ങിച്ചു. അടുത്തായിട്ട് എനിക്ക് ക്യാൻറ്റീനിൽ നിന്ന് കിട്ടിയൊരു നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് വാങ്ങിക്കാൻ പോകുന്നതിന് വരെ എനിക്ക് സത്യത്തിൽ അറിയത്തില്ലായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ സോപ്പും കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കഴുകുന്ന ലോഷനും അന്വേഷിച്ച് പോയപ്പോഴാണ് അവിടെ നിന്ന സ്റ്റാഫ് പറഞ്ഞത് ഇതുപോലെ ഹിമാലയയുടെ ഒരു പാക്കറ്റ് ഉണ്ട്, അപ്പം ബേബി ഫ്രണ്ട്ലി പാക്കറ്റാണ്, അപ്പോൾ അതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ഉള്ളതെന്ന് നോക്കാം. ഇതിന് ഫസ്റ്റിനകത്തുള്ളത് ബേബി വാട്ടർ വൈബ്സ് ആണ്. അപ്പോൾ ഇതും നല്ലതാണ്, നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. കാരണം ഡെലിവറി കഴിയുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ദേഹത്ത് ചിലപ്പോൾ ഫ്ലൂയിഡൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാം. സ്കിൻ ഫ്രണ്ട്ലി ആണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പം ഇത് ഒരെണ്ണം എടുത്തു. ഇതിനകത്തിപ്പം 72 പീസുകളാണ് ഉണ്ടെന്നാണ്, 72 എണ്ണം ഉണ്ടെന്നാണ് ഇതിനകത്തിപ്പോൾ എഴുതിയിരിക്കുന്നത്. 72 യൂസബിൾ ഷീറ്റുണ്ട് ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ. പിന്നീട് ഇതിൻ്റെ പ്രൈസ് ഇതിൽ ഈ ഒരു പീസിനായിട്ട് 200 രൂപയാണ്. അതായത് ബേബി വൈബ്സിന് ഈ ഒരു ഇതിന് 200 രൂപയാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ വില കുറഞ്ഞു വരും കേട്ടോ. അപ്പോൾ അടുത്തായിട്ടുള്ളത് ബേബി ക്രീമാണ്, ഹിമാലയയുടെ തന്നെ ബേബി ക്രീമാണ്. അത്യാവശ്യം ഇത് എനിക്കറിയില്ല, ഞാൻ ആരോടും ചോദിച്ചിട്ടുള്ള ഈ പ്രോഡക്റ്റ്സ് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ്സ് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിവ്യൂ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ഇട്ടാൽ അത് എനിക്കും ഇത് കാണുന്ന വ്യൂവേഴ്സിനും ചിലപ്പോൾ ഹെൽപ്ഫുള്ളായിരിക്കും. ഇത് 50 ml ആണ്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നി 80 റുപ്പീസാണ്. പക്ഷേ ഈ കിറ്റിന് ഫുള്ളായിട്ടൊരു എമൗണ്ട് ഉണ്ട്, അതിൽ നിന്നും കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. 80 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. ഈ ഒരു ക്രീമിൻ്റെ റേറ്റ് 80 റുപ്പീസാണ്. പക്ഷേ ഇത് ഇൻഡിവിജ്വൽ ഐറ്റംസ്, സെയിൽസ് ഐറ്റംസ് എല്ലാം ഈ ബോട്ടിൽസിലൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ടൊരു ബേബി പൗഡറാണ്, ഇതും ഹിമാലയയുടെ ആണ്. അപ്പം പൗഡറൊന്നും കുഞ്ഞുങ്ങൾക്ക് ഈ ചെറുപ്പത്തിൽ യൂസ് ചെയ്യാൻ പാടില്ല. കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലെ പൗഡർ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. നമ്മളൊരു 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ചെറുതായിട്ട് കുറച്ചൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പൗഡർ അധികം യൂസ് ചെയ്യാതിരിക്കുക. 100 ഗ്രാമിൻ്റെയാണ്, 83 രൂപയാണ് ഈ ഒരു ബോട്ടിലിൻ്റെ വില വരുന്നത്. പക്ഷെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇൻഡിവിജ്വൽ സെയിൽസിനുള്ളതല്ല എന്നുള്ളത്. പിന്നെ വന്നിരിക്കുന്നത് ജെൻറ്റിലി ബേബി ഷാമ്പു ആണ്. ഷാമ്പുവും നമ്മൾ ജനിച്ച ഉടനെ അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതും അധികം യൂസ് ചെയ്യരുത്. 200 ml ഒരു ഷാമ്പു ആണ്. പ്രൈസ് 180 പറഞ്ഞിരിക്കുന്നത്. നല്ലതായിരിക്കും. അപ്പോൾ ഹിമാലയയുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നവർ ഇതിൻ്റെ ഒരു റിവ്യൂ ഒന്ന് കമൻറ്റ് ഇട്ടാൽ നല്ലതായിരിക്കും. പിന്നീട് വന്നിരിക്കുന്നത് ഡയപ്പർ റാഷ് ക്രീമാണ്. അപ്പോൾ ഡയപ്പർ യൂസ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്രീം യൂസ് ചെയ്യാം. അടുത്തായിട്ട് ഇതിനകത്ത് വന്നിരിക്കുന്നത് സോപ്പാണ്. സോപ്പ് ഞാൻ എക്സ്ട്രാ ഒരെണ്ണുകൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് വന്നിരിക്കുന്നത് ബേബി മസാജ് ഓയിലാണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ഈ കിറ്റിലിപ്പം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ 120 ഇൻഡിവിജ്വൽ പ്രൈസ്. അപ്പം നോട്ട് ഫോർ ഇൻഡിവിജ്വൽ സെയിൽസ് എന്ന് എല്ലാ ബോർഡിലും എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നീട് അവരുടെ കുറേ ബ്രൗഷറും കാര്യങ്ങളൊക്കെയാണ്, ഓരോ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് ബ്രൗഷേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പം നമുക്ക് ഈ കിറ്റിൻ്റെ കൂടെ കിട്ടിയ ബാസ്ക്കറ്റ് നമുക്ക് യൂസ്ഫുള്ളായിരിക്കും കേട്ടോ പിന്നീട്. അപ്പം എല്ലാം നല്ല പ്രോഡക്റ്റ്സാണ്. അത്യാവശ്യം ഈ ന്യൂബോൺ ബേബീസിൻ്റെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണെന്നറിയാതെ ആദ്യമായിട്ട് ഡെലിവറി കഴിയുന്നവർക്ക് ഈ ഒരു കിറ്റ് വളരെ ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം എനിക്കും ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കിറ്റിന് ഇതിൽ കൊടുത്തിരിക്കുന്ന റേഞ്ച് 775 രൂപയാണ്. അതായത് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പം ഈ ഒരു റേറ്റ് ആവും. പക്ഷേ ക്യാൻറ്റീനിൽ നിന്ന് ഞാൻ എടുത്തതുകൊണ്ട് തന്നെ ഇതൊരു 500 റേഞ്ചിലാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ കയ്യിൽ ബില്ലില്ല കേട്ടോ, ഞാൻ ആ ബില്ല് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ബില്ലും കൂടി കാണിച്ചു തന്നേനെ. അപ്പോൾ ഇതിനകത്ത് 7-8 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു പ്രോഡക്റ്റായിട്ട് തോന്നി. കാരണം എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന് കൺഫ്യൂഷനുള്ള ന്യൂബോൺ മംസിന് അല്ലെങ്കിൽ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞവർക്ക് ഈ പ്രോഡക്റ്റ് നല്ലൊരു ഹെൽപ്ഫുള്ളായിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഹിമാലയയുടേതും കൂടെ ആയതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അടുത്തായിട്ട് ഞാൻ വാങ്ങിയത് ബേബി നെറ്റ് ബെഡാണ് കേട്ടോ. ഇതിപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ആവശ്യമാണ്. കാരണം എത്രയൊക്കെ ക്ലീനാന്ന് പറഞ്ഞാലും ഹോസ്പിറ്റലിൽ ചിലപ്പം കൊതുകൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല
കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രാണികളൊക്കെ കടിച്ചാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ കുഞ്ഞിനെ ഇതിൽ കിടത്തി നെറ്റിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് സേഫായിട്ട് തോന്നും. ഇതിനിപ്പോൾ 960 രൂപയാണ് ഇതിൽ പ്രൈസ് കാണിച്ചിരിക്കുന്നത്. ക്യാൻറ്റീനിൽ നിന്നായതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനും ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ഇതും എനിക്ക് റേഞ്ച് ഓർമ്മയില്ല കേട്ടോ, ഡിസ്കൗണ്ട് എത്രയായിരുന്നു എന്ന് ഓർമ്മയില്ല കേട്ടോ. ബില്ലിൻ്റെ നിന്ന് പോയിന്ന് ഞാൻ പറഞ്ഞില്ല, കൊണ്ട് എനിക്ക് എത്രയാണെന്ന് ഓർമ്മയില്ല. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ലാർജ് സൈസാണ് കേട്ടോ, അതായത് 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടാണ് എടുത്തത്. കുറച്ച് നാളത്തേക്ക് മാത്രം യൂസ് ചെയ്യാനായിട്ട് നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ട് അത് നഷ്ടമല്ലേ. അപ്പോൾ ഞാനത് 1 വയസ്സ് വരെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് എടുത്തത്. ലാർജാണ് സൈസ്. അപ്പോൾ ലാർജ് സൈസ് നോക്കി നിങ്ങളും എടുത്താൽ ഇത്രയും വലിപ്പം കാണും കേട്ടോ. അതിപ്പോൾ ഇത് കാണുന്ന പോലെ അല്ല, വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, നല്ല വലിപ്പമുണ്ട്. നേരിട്ട് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. നല്ല സോഫ്റ്റാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ കിടന്ന് ഉറങ്ങാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സെറ്റിങ്സാണ്. എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഉള്ളതിൽ എനിക്ക് ഈ കളറാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് കളേഴ്സ് ന്യൂ ബോൺസിന് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി. അവർ പെട്ടെന്ന് ഈ ഡാർക്ക് കളറൊക്കെ ചിലപ്പോൾ അവരുടെ കണ്ണിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ലൈറ്റ് കളർ നോക്കിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സാണ് ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് എടുത്തത്. അപ്പം ഞാൻ അവിടെ സെർച്ച് ചെയ്ത വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഞാൻ പുറത്തൊരു ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്യുമായിരുന്നു. മദേഴ്സ് പ്ലാനറ്റ് എന്ന് പറഞ്ഞൊരു തിരുവല്ലയിൽ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ പേജുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിൽ അവരുടെ ഷോപ്പിൻ്റെ വീഡിയോസൊക്കെ കണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അവിടെ എനിക്ക് ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ ഓരോ പ്രോഡക്റ്റ്സിനും അവരുടെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വന്നിരിക്കുന്നത് മെറ്റേണിറ്റി പാൻറ്റീസാണ് കേട്ടോ. ഒരു പാക്കറ്റിൽ 5 എണ്ണമാണുള്ളത്. ഞാനിതിൻ്റെ 2 പാക്കറ്റ് വാങ്ങിയായിരുന്നു. അപ്പം ഒരു പാക്കറ്റിന് ഇവിടെ വരുന്ന പ്രൈസ് എത്രയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 178 രൂപയാണ് ഒരു പാക്കറ്റിനുള്ളത്. അപ്പം ഇതിൽ തന്നെ ഈ ഒരു 178 എന്നുള്ളത് ഇത് കുറഞ്ഞായിരുന്നു കേട്ടോ. 160 റേഞ്ചിലെങ്ങാണ്ട് എനിക്ക് കിട്ടിയത്. അപ്പം 2 എണ്ണം ഞാൻ എടുത്തു. ഒരെണ്ണത്തിൽ 5 എണ്ണം അല്ലേ ഉള്ളൂ, അതുകൊണ്ട് 2 പാക്കറ്റ് ഞാൻ എടുത്തു. അപ്പം ഈ ഒരു പ്രോഡക്റ്റിന് ഓരോ പ്രോഡക്റ്റിനും അവിടെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. നമ്മൾ എത്രത്തോളം എൻക്വയറി ചെയ്താലും അവരതുപോലെയാണ് നമ്മളടുത്ത് റിപ്ലൈ തരിക. പെട്ടെന്ന് റിപ്ലൈ തരാറുണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് ഞാൻ നോക്കിയിട്ട് മെറ്റേണിറ്റി പാഡാണ് എടുത്തത്. ഇത് ന്യൂ മംസിൻ്റെ ആണ് ഞാൻ ആദ്യം ഓർഡർ ചെയ്തത്. അതിൽ ഒരു പാക്കറ്റിൽ 5 എണ്ണം വെച്ചിട്ട് 2 പാക്കറ്റ് ഈ മെറ്റേണിറ്റി പാൻറ്റീസ് ഓർഡർ ചെയ്തതുപോലെ തന്നെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു പുതിയ പ്രോഡക്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ മെറ്റേണിറ്റി പാഡ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും അതാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൽ 10 എണ്ണം ഉണ്ട്. അത് മാത്രമല്ല മറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം 10 എണ്ണത്തിന് ഇതിന് അതിനെക്കാട്ടി വില കുറവായിരുന്നു. അത് 2 എണ്ണം വാങ്ങിക്കുമ്പം ഒന്നിനെക്കാട്ടി പ്രൈസ് കുറവായിരുന്നു. ഇത് ഒരു പാക്കറ്റ് വാങ്ങിക്കപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഇപ്പം അവരുടെ അടുത്ത് ഓർഡർ ചെയ്യുന്നത് ഇതിൻ്റെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് നല്ലതായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ പാഡാണ് വാങ്ങിച്ചത്. പിന്നീട് ഞാനൊരു റീയൂസബിൾ ഡയപ്പറാണ് വാങ്ങിച്ചത്. ഇത് ആക്ച്വലി ഞാൻ ന്യൂ ബോൺസിന് ആവശ്യമില്ല എന്ന് കുറേ പേര് എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാനിത് വാങ്ങിച്ചത് ഇവിടെ വേറൊരു കുഞ്ഞാവയുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് താമസിക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു ഒരെണ്ണം വാങ്ങിച്ച് അവന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 2 എണ്ണം ഓർഡർ ചെയ്തു. ഒന്ന് അവനെടുത്തു, ഒരു ഓറഞ്ച് കളറായിരുന്നു, ഒരു വൈറ്റ് ഉണ്ട്, അത് ഞാനെടുത്തു. അപ്പം 2 ക്ലോത്ത് ഡയപ്പറും പിന്നെ 4 ഇൻസേർട്ടറുമാണ് വാങ്ങിച്ചത്. ക്ലോത്ത് ഡയപ്പറിൻ്റെ കൂടെ ഒരു ഇൻസേർട്ടർ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ എക്സ്ട്രാ 2 ഇൻസേർട്ടറും കൂടി വാങ്ങിച്ചു. അപ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് 0 to 24 months, അത് 2 വയസ്സ് വരെ യൂസ് ചെയ്യാമെന്നാണ്. അത്യാവശ്യം നല്ല നീളമുള്ള ഇൻസേർട്ടറാണ് കേട്ടോ. അത് മാത്രമല്ല ഇതിൻ്റെ തുണി നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. നല്ല ടർക്കി ടൈപ്പ് നല്ല സോഫ്റ്റ് ഇൻസേർട്ടറാണ് കേട്ടോ. എനിക്കിത് യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നത്. മാത്രമല്ല ഇത് ബട്ടൺസ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. കുഞ്ഞുങ്ങൾ വളരും തോറും സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് ഞാൻ വാങ്ങിച്ചത് ഫേസ് ടവലാണ്. ഒരു പാക്കറ്റിൽ 6 എണ്ണമാണുള്ളത്. 165 രൂപയാണ്. ഇതിൻ്റെ റേറ്റും കുറയും കേട്ടോ. 150 അത്രയും കണ്ടാ എഴുതുള്ളൂ. എല്ലാ പ്രോഡക്റ്റിനും അവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ഈ പ്രോഡക്റ്റ്സ് മാത്രമല്ല ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. അവരുടെ പേജസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ റിവ്യൂസ് കമൻറ്റിൽ ഇടുക. അപ്പം ഇത് ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് തരികയാണെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും.